അങ്കമാലി മഞ്ഞപ്ര റോഡിന്റെ വശങ്ങളിൽ നിർമ്മിച്ച കാന തുറവൂർ ചരിത്ര ലൈബ്രറിക്കു സമീപം ഇടിഞ്ഞു വീണു. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ കരിങ്കല്ലുകൾ അടക്കി നിർമ്മിച്ച കാനയുടെ ഭിത്തിയാണ് ഇടിഞ്ഞു തകർന്നത്. കാനകൾ നിർമ്മിച്ചതിന് ശേഷം റോഡ് നിർമ്മാണം നടത്തുന്നതിന് പകരം റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം ജനങ്ങളുടെ പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് കാനകൾ നിർമ്മിക്കുകയായിരുന്നു. അങ്കമാലി മഞ്ഞപ്ര റോഡ് 15 കിലോമീറ്റർ ദൂരം BMBC നിലവാരത്തിൽ നിർമ്മിക്കുന്നതിന് 15 കോടി അനുവദിച്ചിരുന്നു. 5 കിലോമീറ്റർ കാന ഉൾപ്പെടെയായിരുന്നു എസ്റ്റിമേറ്റ്. റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചുവെങ്കിലും കാന നിർമ്മാണം നടന്നില്ല. പിന്നീട് ജനകീയ പ്രക്ഷോഭം നടന്നതിനെ തുടർന്ന് കാന നിർമ്മിക്കുകയായിരുന്നു. റോഡിനോട് ചേർന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്യുന്നതിന് പകരം പൂഴിമണ്ണിൽ കല്ലുകൾ അടക്കി വെച്ചായിരുന്നു കാനയുടെ ഭിത്തി നിർമ്മാണം. ഭാരവണ്ടികൾ അരുകുചേർന്നു പോകുമ്പോൾ കാന ഇടിഞ്ഞ് വശങ്ങളിലേക്ക് മറിയും. ഈ റോഡിൽ കിടങ്ങൂർ കപ്പേള ഭാഗത്ത് ഈ വിധം 2 ടോറസുകൾ മറിഞ്ഞിരുന്നു. കോടികൾ മുടക്കി നിർമ്മിച്ച റോഡിന്റെ കാന നിർമ്മാണത്തിൽ നടന്ന അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് CPIM രംഗത്തെത്തി. ഇപ്പോൾ ഈ റോഡിലുടനീളം ഈ റോഡിന്റെ ടാറിങ്ങിന്റെ ഇരുവശത്തും നടത്തിയിട്ടുള്ള കോൺക്രീറ്റിന് ഏറ്റവും ബലം കുറഞ്ഞതും അതിന്റെ ബേസ്മെന്റ് ഇല്ലാതെയാണ് പണിതിട്ടുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇപ്പോൾ ഇടിഞ്ഞു വീഴാത്ത ഭാഗങ്ങൾ അടക്കം പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. വലിയ അഴിമതിയാണ് ആ കാര്യത്തിൽ അന്ന് നടന്നിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായ അന്വേഷണം നടത്തണം. പലപ്പോഴും ഈ റോഡ് നിർമ്മിച്ചതിന് ശേഷം ഭാരവാഹനങ്ങൾ ഇരു സൈഡിലേക്കും മറഞ്ഞ നിരവധി അനുഭവങ്ങളുണ്ട്. കാനകൾ പുനർനിർമ്മിച്ച അപകടാവസ്ഥ ഒഴിവാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് CPIM നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. കൈരളി ന്യൂസ്, കൊച്ചി.